ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ബണ്ടിൽ ഓഫ് ജോയ് ഫ്രം സിറ്റി ഓഫ് ജോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊൽക്കട്ടയിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ബുക്കുകളാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു ഫോളോവർ നമുക്ക് വേണ്ടിയിട്ട് ബുക്കുകൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുക്കുകൾ നമുക്കിത് ചെയ്തേക്കാം. അപ്പോൾ ആദ്യത്തെ ബുക്ക് സെറ്റ് ഓഫ് ബുക്ക് ഇതാണ്. ഇനി അടുത്ത സെറ്റ് ഓഫ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അങ്ങനെ 2 ബണ്ടിൽ ബുക്കുകളാണ് പുള്ളി നമുക്ക് കൊൽക്കട്ടയിൽ നിന്ന് അയച്ചു തന്നേക്കുന്നത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ബുക്ക് സ്ട്രീറ്റുള്ളത് കൊൽക്കട്ടയിലാണ്. അത് കൊൽക്കട്ടയിൽ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വിസിറ്റ് ചെയ്യണം. വളരെ നിസ്സാരം പൈസയ്ക്ക് അവിടെ പുസ്തകങ്ങൾ കിട്ടുന്നുള്ള കാര്യമാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെ പുസ്തകങ്ങൾ വന്നേക്കണം എന്നുള്ളത്. ഇതിൽ കുറേ ബുക്കുകൾ നമ്മൾ വായിച്ചേക്കണതാവും. അപ്പോൾ നമ്മൾ വായിച്ചേക്കണതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് എനിക്കിപ്പോൾ അഭിപ്രായം പറയാൻ പറ്റും. വായിക്കാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. കിട്ടിക്കണ ആദ്യം തന്നെ നമ്മുടെ ജെയിംസ് ക്ലിയറിൻ്റെ ആദ്യത്തെ ബുക്കാണ് നമ്മൾ റിവ്യൂ ചെയ്തേക്കുന്ന ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്. ദ സബ്ടൈറ്റിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിംഗ് ഫക്ക്. സൂപ്പർ ബുക്കാണ്, എന്തായാലും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഏറ്റവും ഒരു പുസ്തകമാണ് ഇത്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നല്ലൊരു ബുക്കാണ്. മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞ സൂപ്പർ ബുക്കാണ്. ഇത് ജോണി ഗ്രേ ആണ് എഴുതിയേക്കണേ. അതുപോലെ കുറേ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഒരു ഫേവറേറ്റ് ബുക്ക് ശിവകേരയുടെ യു ക്യാൻ വിൻ അല്ലേ, യു ക്യാൻ അച്ചീവ് മോർ ആണ് വന്നേക്കണേ. യു ക്യാൻ വിന്നിന് ശേഷം പുള്ളി എഴുതിയ ബുക്കാണ്. മാത്രമല്ല വേറൊരു ഫെന്റാസ്റ്റിക് ബുക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ള പുസ്തകമാണ്. ദ 7 ഹാബിറ്റ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞ ബുക്ക്. ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുട ലൈബ്രറിയിൽ നമ്മുടെ ഇരിഞ്ഞാലക്കുട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്നുണ്ട്. യു ക്യാൻ വിൻ ഇവിടെ ഉണ്ട്, തൊട്ടടുത്ത് യു ക്യാൻ വിൻ ഉണ്ട്. നല്ലൊരു പുസ്തകമാണ് യു ക്യാൻ വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ദ പാരീസ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നത് ഇത് നോവലാണെന്ന് തോന്നുന്നുണ്ട്, പാരീസ് അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ അടുത്ത ബണ്ടിൽ ഏതാണെന്ന് നോക്കാം. അടുത്ത ബണ്ടിലും എനിക്ക് തോന്നുന്നു ഫിക്ഷൻ നോൺ ഫിക്ഷൻ സെപ്പറേറ്റ് ചെയ്താണോ വന്നേക്കണേന്ന് സംശയമുണ്ട്. ഡിഫിമി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഫാക്ട് ഓഫ് ഫുൾനെസ് എന്ന് പറയുന്ന നല്ലൊരു പുസ്തകം ഉണ്ട്. ദ 40 റൂൾസ് ഓഫ് ലവ് കണ്ടു കഴിഞ്ഞാൽ റൊമാൻറ്റിക് ബുക്കാണെന്ന് തോന്നണു. വളരെ കുറേ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ബുക്ക് നമ്മൾ റിവ്യൂ ചെയ്തേക്കുന്ന ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹില്ലിൻ്റെ. ഐ എം മലാന എന്നുള്ള വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സെല്ലറാണ് തോന്നുന്നുണ്ട് ഇത്. പ്രിയങ്ക ചോപ്രയുടെ അൺഫിനിഷ്ഡ് എന്ന് പറയുന്ന വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു ബുക്ക് വന്നിട്ടുണ്ട്. 75 ബുക്കുകളുണ്ട്. അടിപൊളി പുസ്തകങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാം വായിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്തോ, അത് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കും വായിക്കാം, ഞാനും വായിക്കും, നിങ്ങൾക്കും വായിക്കാം. ഈ പുസ്തകങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന് അവൈലബിൾ ആയിരിക്കും. നമ്മൾ തൃശ്ശൂർ തുടങ്ങുന്ന പുതിയ സ്ഥാപനത്തിൽ ഈ ബുക്കുകൾ എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വരാം. അവിടെ വന്ന് അത് എന്തായാലും വായിക്കാം. അപ്പോൾ എല്ലാവരും വായിക്കുക. താങ്ക് യു വെരി മച്ച്.